ബി കോൺഫിഡൻറ്റ് ബട്ട് നോട്ട് റിയലി ഷ്യൂർ. എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ എന്ത് കാര്യം ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വേണം. നമ്മുടെ കഴിവുകളിൽ, നമ്മുടെ മാത്രമല്ല, ഒരുപക്ഷെ നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ടീമിലുള്ള ആളുകളുടെ കഴിവിൽ നമുക്ക് വിശ്വാസം വേണം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്, നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുന്നത്. പക്ഷേ ഈ ധൈര്യം പലപ്പോഴും അഹങ്കാരമായിട്ട് മാറാറുണ്ട്. അതായത് ഞാൻ വിചാരിച്ചത് തന്നെയാണ് ശരി, മറ്റൊരു മാർഗമില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള ഒരു സാധ്യതയാണ്. അപ്പം ഈ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം. ഒരുപക്ഷെ മഹാന്മാരുടെ കഥകൾ അല്ലെങ്കിൽ അവരുടെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർക്കൊക്കെയാണോ ഈ പറഞ്ഞ ഒരു വികാരം വന്നിട്ടുള്ളത്, അഹങ്കാരം എന്നുള്ള ഒരു ഭാവം വന്നിട്ടുള്ളത്, അവരൊക്കെ നശിച്ചു പോയിട്ട് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ച് പകുതി വഴിയാകുമ്പോഴത്തേക്കും മറ്റൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം എന്ന് നമ്മുടെ കൂടെ ഉള്ള ഒരാൾ തന്നെ നമ്മളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. എന്ന് വെച്ചാൽ നമ്മുടെ ദിശ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം എന്നുള്ളതല്ല. ഒരു പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിനേക്കാളും നല്ലൊരു മാർഗം, മറ്റൊരു മാർഗം ഉണ്ട്, അത് ഇന്നൊരാൾക്ക് എന്നെ അതിന് സഹായിക്കാൻ പറ്റും എന്നുള്ളൊരു മനസ്സുണ്ടാവുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ എളിമ അധികം വേണം, നമ്മുടെ മനസ്സിൽ വേണം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോൾ എന്തിനാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് കോൺഫിഡൻസ് വേണം. പക്ഷേ ഞാൻ മാത്രമാണ് ശരി എന്നുള്ള ആ ഒരു ചിന്ത തീർച്ചയായിട്ടും നമുക്ക് മാറ്റിവെച്ച് നമ്മൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ ഉദ്ദേശിച്ച എന്ത് കാര്യമാണെങ്കിലും അത് നേടിയെടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും.